ഇപ്പോൾ ഹൈക്കമാൻഡിന് മുമ്പിലുള്ള രണ്ട് പേരുകൾ നമ്മൾ കേൾക്കുന്ന പേരുകൾ, ഒന്ന് ആൻറ്റോ ആൻ്റണിയും അതുപോലെ സണ്ണി ജോസഫുമാണ്. അപ്പോൾ രണ്ട് പേരുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഒരു ക്രിസ്ത്യൻ ലീഡറെ KPC നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത്. അതിന് പിന്നിലുള്ള ഫോർമുല നമുക്കറിയാം. പരമ്പരാഗതമായി കോൺഗ്രസിലൊരു ഫോർമുലയുണ്ട്. മുഖ്യമന്ത്രി ഒരു സമുദായക്കാരനാകുമ്പോൾ KPC അധ്യക്ഷൻ മറ്റൊരു സമുദായക്കാരനാവുക, കമ്മ്യൂണൽ ബാലൻസ് നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആൻറ്റോ ആൻ്റണി ഒരു ഉമ്മൻചാണ്ടിയുടെ ശിഷ്യനായ ഒരു ക്രിസ്ത്യൻ കോൺഗ്രസ് ലീഡറാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാനുള്ള ഒരു പ്രിവിലേജ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത തവണ UDF ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി ഹിന്ദു സമുദായാംഗമായ ഒരാളാവുമായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രശ്നം അവിടെയല്ല. മുഖ്യമന്ത്രി ആരാവുന്നില്ല എന്നുള്ളതിനപ്പുറം കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് മുഴുവൻ അറിയാവുന്ന, സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഷ പറഞ്ഞാൽ വെറുതെ ഒരു കവലയിൽ ഇറങ്ങി വന്നാൽ 10 പേരെങ്കിലും കൂടുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, സുപരിചിതനാണ്. അദ്ദേഹം ഒരു കണ്ണൂർ DCC പ്രസിഡന്റ് ശൈലിയിലാണ് പ്രവർത്തനമെങ്കിലും പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശത്രുവെങ്കിലും CPM-നെ എതിർക്കുക എന്നുള്ളതാണ് ഏത് ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമെങ്കിലും അദ്ദേഹത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയാം. പക്ഷേ ആൻറ്റോ ആൻ്റണി അങ്ങനെ എത്ര പേർക്ക് അറിയാൻ കഴിയും? അതായത് കോട്ടയത്തിന് പുറത്തേക്ക് മലബാറിലേക്ക് ആൻറ്റോ ആൻ്റണിയുടെ ഒരു സ്വീകാര്യത എത്രയാണ്? അദ്ദേഹത്തെ പലരും അറിയുപോലുമില്ല. അദ്ദേഹം ഒരു MP എന്ന നിലയിൽ അറിയപ്പെടുമായിരിക്കും, പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സർവ്വസമ്മതനോ പൊതു സ്വീകാര്യനായ ഒരാളല്ല ആൻറ്റോ ആൻ്റണി. എന്നിരിക്കെ അത്തരം ഒരു പേരിലേക്ക് കോൺഗ്രസ് എത്താനുള്ളൊരു കാരണം ഈ പറയുന്ന ഒരു കമ്മ്യൂണൽ ബാലൻസിന് വേണ്ടി തന്നെയാണ്. ആ ബാലൻസ് വളരെ ഗൗരവമുള്ളതുമാണ്. ഒന്ന്, ജോസ് കെ മാണി LDF-ലേക്ക് പോയതിന് ശേഷം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ മധ്യ കേരളത്തിൽ കോൺഗ്രസ് നേരിടുന്ന വലിയ തിരിച്ചടികളുണ്ട്. അതായത് അവരുടെ സെക്യൂർ പരമ്പരാഗത വോട്ട് ബാങ്കായ ക്രിസ്ത്യൻ വോട്ടുകൾ ഒഴുകിപ്പോകുന്നു, LDF-ലേക്ക് ഒഴുകിപ്പോകുന്നു. ആ വോട്ട് ബാങ്കിൽ BJP-യും കടന്നു കയറാൻ ശ്രമിക്കുന്നു എന്നുള്ള രണ്ട് ഭീഷണികൾ കോൺഗ്രസിന് മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ നിന്നൊരു ലീഡറെ ഉമ്മൻചാണ്ടിക്ക് പകരം കോൺഗ്രസിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. ആ വോട്ട് ബാങ്ക് നിലനിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ആൻറ്റോ ആൻ്റണിയെ പോലുള്ള ഒരാളെ നേതാവ് എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ആ വോട്ട് ബാങ്ക് സെക്യൂർ ആക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റിടത്ത് ചില ബാലൻസ് പൊളിയാനും സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കെ സുധാകരനെ മാറ്റുമ്പോൾ സ്വതവേ കോൺഗ്രസിനോട് അകന്നു നിൽക്കുന്ന ഈഴവ വോട്ട് ബാങ്ക്, ഈഴവയിലെ മുഴുവൻ വോട്ടും LDF-ലേക്കല്ല പോകുന്ന കുറേയൊക്കെ UDF-ലും വരുന്നുണ്ട്. അവർ എങ്ങനെ അതിനോട് പ്രതികരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ വോട്ട് ബാങ്ക് എന്തായി മാറും? മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും ക്രൂഷ്യലായ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, കരുണാകരൻ കോൺഗ്രസ് വിട്ടപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒഴുകിപ്പോയൊരു വോട്ട് ബാങ്കുണ്ട്. അതൊരു അപ്പർ കാസ്റ്റ് ഹിന്ദു വോട്ട് ബാങ്കാണ്. ആ അപ്പർ കാസ്റ്റ് ഹിന്ദു വോട്ട് ബാങ്ക് 2011 UDF-ന് ലഭിച്ചിരുന്ന വോട്ട് ബാങ്കാണത്. പക്ഷേ 2016 അത് ഒലിച്ചു പോയൊരു വോട്ട് ബാങ്കാണ്. 2011 40% പേർ ഈ അപ്പർ കാസ്റ്റ് വോട്ടുകൾ കോൺഗ്രസിന് ചെയ്തപ്പോൾ 2016 ആകുമ്പോൾ അത് നേരെ കുത്തനെയിടുകയാണ്. അതിലൊരു വിഭാഗം BJP-ക്ക് ആ വോട്ട് പോയിട്ടുണ്ട്, ഒരു നല്ല വിഭാഗം LDF-ലേക്കും പോയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ആ ഒരു സെക്റ്റിൽ നിന്നുള്ള വോട്ട് കൂടുതലും കിട്ടുന്ന LDF-ആണ് അവിടെ കടന്നു കയറിയിട്ടുള്ളത്. ആ വോട്ട് ബാങ്ക് എങ്ങനെ തിരിച്ചു പിടിക്കും? കാരണം ആ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അതും ഇതുപോലെ കോൺഗ്രസിനൊരു കോർ വോട്ട് ബാങ്കായിരുന്നു. ആ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാതെ ചില പ്രത്യേക ജില്ലകളിൽ, ഉദാഹരണത്തിന് തൃശ്ശൂർ പോലുള്ള ജില്ലകളിൽ കോൺഗ്രസ്സിന് നഷ്ടമായ സീറ്റുകൾ തിരിച്ചു പിടിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, തൃശ്ശൂർ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു. ഇന്ന് തൃശ്ശൂർ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്, കോൺഗ്രസിൻ്റെ ഒരു ഇലക്ട്രൽ വിക്ടറി എന്താണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഒറ്റ സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്കൊക്കെ പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത് മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേറെയുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രശ്നവും പരിഹരിച്ചുകൊണ്ടേ കോൺഗ്രസിന് 2025 പഞ്ചായത്ത് ഇലക്ഷൻ, 2026 അസംബ്ലി ഇലക്ഷനിലേക്കും പോകാൻ കഴിയും. ഈ രണ്ട് പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ആൻറ്റോ ആൻ്റണിയുടെ KPC പ്രസിഡൻ്റ് ആവുക എന്നുള്ളത് ഒരു പരിഹാരമാണോ എന്ന് നമുക്കറിയില്ല. അത് പരിഹരിക്കാൻ ആൻറ്റോ ആൻ്റണിക്ക് കഴിയുമെന്നറിയില്ല. രണ്ട്, സംഘടന എന്ന നിലയിൽ കോൺഗ്രസ്സിന് ഒരു പ്രസിഡന്റ് എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു പൊസിഷനാണ്. സംഘടനയെ ചലിപ്പിക്കുക, ഒരുമിപ്പിച്ച് നിർത്തുക, ഗ്രൂപ്പുകൾക്ക് അതീതമായി പാർട്ടിയെ ചലിപ്പിക്കുക, അതിന് കഴിവുള്ള ഒരാളാണ് ആൻറ്റോ ആൻ്റണി എന്ന് ആൻറ്റോ ആൻ്റണി സ്വയം തെളിയിച്ചിട്ടില്ല ഇതുവരെ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പൊസിഷൻ കിട്ടിയിട്ടില്ല. അത് അദ്ദേഹത്തിന് കഴിയുമോ എന്നറിയില്ല. അപ്പോൾ ഈ രണ്ട് പ്രശ്നം പരിഹരിച്ചുകൊണ്ടേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അസംബ്ലി തിരഞ്ഞെടുപ്പിലേക്കും കോൺഗ്രസ്സിന് പോകാൻ കഴിയൂ.